ദൈവം മലമുകളിലാണ് താമസിക്കുന്നതെന്ന് വിചാരിച്ച് ഒരു കുട്ടി മലമുകളിലേക്ക് യാത്ര തിരിക്കുകയാണ്. മലയുടെ താഴ്വാരത്ത് ഒരാളിങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. ആ മനുഷ്യൻ തീർച്ചയായും ദൈവത്തെ കണ്ടു കാണുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അവൻ സാവധാനം അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ ഇങ്ങനെ തട്ടി ഉണർത്തുന്നുണ്ട്. മൂടി പുതച്ചിരുന്ന പുതപ്പിനകത്ത് നിന്ന് സാവധാനം ആ മനുഷ്യൻ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ കുട്ടി തിരിച്ചറിഞ്ഞു, അതൊരു സന്യാസിയായിരുന്നു. നീണ്ട മുടിയും താടിയുമൊക്കെയുണ്ട്. പുറത്തേക്ക് വന്ന സന്യാസി ആ കുട്ടിയോട് ചോദിച്ചു, എന്തേ നീ എന്നെ തട്ടി ഉണർത്തിയത്? കുട്ടി പറഞ്ഞു, എനിക്ക് ദൈവത്തെ കാണണം, ദൈവത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരിക. സ്നേഹത്തോടെ ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ സന്യാസി പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നാൽ അത് പിന്നെ ദൈവമല്ല. വീണ്ടും ചെറുപുഞ്ചിരിയോടെ തന്നെ ആ സന്യാസി സ്വസ്ഥമായി കിടന്നുറങ്ങി. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഇന്ന് കത്തോലിക്ക തിരുസഭ വിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ സ്വർഹാരോഹണ തിരുനാളിന് ശേഷം എങ്കിലും കർത്താവിൻ്റെ തിരുശരീരങ്ങളുടെ തിരുനാളായ കോർപ്പൂസ് ക്രിസ്റ്റിക്ക് മുൻപ് വരുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മധ്യഭാഗത്ത് വരുന്ന തിരുനാളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ, ഫീസ്റ്റ് ഓഫ് ദ ഹോളി ട്രിനിറ്റി. ആദ്യമേ തന്നെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുകയാണ്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് പറഞ്ഞു വെച്ച വളരെ സുന്ദരമായൊരു വാക്യമുണ്ട്. അത് ഇപ്രകാരമാണ്: നീ തൃത്യേക ദൈവത്തെ മനസ്സിലാക്കിയെന്ന് പറയുകയാണെങ്കിൽ നീ മനസ്സിലാക്കിയത് ദൈവമേ അല്ല എന്നതാണ് സത്യം. കാരണം നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന വിശ്വാസ സത്യമാണ് പരിശുദ്ധ തൃത്വം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 234 ഖണ്ഡിക ഇപ്രകാരം പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നു: പരിശുദ്ധ തൃത്വത്തെ സംബന്ധിക്കുന്ന രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. ചുരുക്കി പറഞ്ഞ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ ഹൃദയമാണ് പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം. ഇവിടെ രഹസ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അറിയുവാനോ മനസ്സിലാക്കുവാനോ പറ്റാത്ത ഒരു കാര്യമെന്നല്ല. മറിച്ച് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുക മനുഷ്യൻ്റെ ചിന്താമണ്ഡലങ്ങൾക്കും അപ്പുറമായിരിക്കുന്ന, അല്ലെങ്കിൽ യുക്തിക്ക് അധീനമായിരിക്കുന്ന വലിയ രഹസ്യം ആയതുകൊണ്ടാണ് ഈ വിശ്വാസ സത്യത്തെ രഹസ്യമെന്ന് കത്തോലിക്ക സഭ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധി കൊണ്ട് മാത്രം ഈ വിശ്വാസ രഹസ്യത്തെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നിരാശ മാത്രമായിരിക്കും ഫലം. എന്നാൽ വിശ്വാസവും ബുദ്ധിയും കോർത്തിണക്കി ഈ വിശ്വാസ രഹസ്യത്തെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ മാത്രമേ, ധ്യാനിച്ചാൽ മാത്രമേ ഒരു പരിധി വരെയെങ്കിലും ഈ അഗാധമായ രഹസ്യത്തെ മനസ്സിലാക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുകയുള്ളൂ. വലിയ വിശുദ്ധനായ സിറിൽ സാധാരണക്കാരായ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം തൃത്വത്തെ ഒരു സൂര്യനായിട്ടാണ് ഉപമിക്കുന്നത്. പിതാവായ ദൈവം ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെയാണ്. പുത്രനാകട്ടെ അതിൽ നിന്നും വരുന്ന പ്രകാശവും പരിശുദ്ധാത്മാവ് അതിൻ്റെ ഊഷ്മളതയുമാണെന്ന് വിശുദ്ധൻ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെയുള്ളതോ ഒരേ ഒരു സൂര്യൻ മാത്രം. ഈ ഒരു മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് ആണ് പരിശുദ്ധ തൃത്വത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ലളിതമായി പറഞ്ഞാൽ ഒരൊറ്റ ദൈവത്തിൽ 3 ആളുകൾ വസിക്കുന്ന വിശ്വാസ രഹസ്യമാണ് പരിശുദ്ധ തൃത്വം. ഇങ്ങനെയൊക്കെ പരിശുദ്ധ തൃത്വത്തെ പല ഉപമകൾ വഴി മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും നാം തിരിച്ചറിയേണ്ട വലിയൊരു സത്യം എന്തെന്ന് വെച്ചാൽ അവയൊക്കെ സത്യമായും പരിശുദ്ധ തൃത്വം എന്താണോ അതിൻ്റെ നിഴലിൻ്റെ നിഴൽ മാത്രമായിരിക്കുമെന്ന്. അവ അതിൽ തന്നെ അപൂർണമാണെന്ന് നാം തിരിച്ചറിയണം. എന്നിരുന്നാലും വലിയ ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുക ഒരു ചെറിയ കാൽവെപ്പാകുന്നത് പോലെ തിരുസഭ ഇന്ന് നമ്മളെയും ക്ഷണിക്കുകയാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ ആ വലിയ രഹസ്യത്തിലേക്ക് ഒരു ചുവടുവെപ്പെങ്കിലും നടത്തുവാൻ ഇന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കണം. ഒരു നാടോടി കഥ ഓർമ്മ വരികയാണ്. ഒരു ദിവസം ഒരു നാടോടിയായൊരു മനുഷ്യൻ കിണറ്റിൻകരയിൽ വന്നിരുന്ന് കിണറിനകത്തേക്ക് തലയും കുത്തി ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നുണ്ട്. ദൂരെ നിന്ന് ഒരു കൊച്ചുകുട്ടി ഇതെല്ലാം ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അവന് മനസ്സിലായി നാടോടിക്ക് ദാഹിക്കുന്നുണ്ടാകുമെന്ന്. എന്നിരുന്നാലും ഒരുപാട് നേരം അത്തരത്തിൽ ഇങ്ങനെ നോക്കി നിന്നിട്ടും അതിൽ നിന്നും വെള്ളം കുടിക്കാതെ കിണറ്റിനകത്തേക്ക് മാത്രം നോക്കി നിൽക്കുന്നത് കണ്ട് ആശ്ചര്യത്തോടെ കുട്ടി അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ആ നാടോടി മറുപടി പറഞ്ഞു,
ഞാൻ ദൈവത്തെ കാണുകയായിരുന്നു. ഒരുപാട് അത്ഭുതത്തോടെ ഇത് കേട്ടിട്ട് ആ കുട്ടി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ എനിക്കും ദൈവത്തെ കാണിച്ചു തരുമോ എന്ന്. അയാൾ ആ കുട്ടിയെ എടുത്ത് കിണറിൻ്റെ മുകളിലിരുത്തി എന്നിട്ട് പറഞ്ഞു, താഴേക്ക് നോക്കുക, നിനക്കും ദൈവത്തെ കാണാമെന്ന്. നാടോടി പറഞ്ഞതുപോലെ അവൻ കിണറ്റിനകത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ദൈവത്തെ കാണുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. അവനിങ്ങനെ വെള്ളത്തിൽ കാണുന്നതോ തൻ്റെ പ്രതിബിംബം മാത്രമായിരുന്നു. ഒരുപാട് നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ടും ദൈവത്തെ കാണാത്തതിനാൽ സങ്കടത്തോടെ നാടോടിയോട് പറഞ്ഞു, എനിക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിച്ചില്ല, ഞാൻ കാണുന്നതോ എന്നെ തന്നെയാണെന്ന്. ആ സമയം കുട്ടിയെ നാടോടി താഴെ പിടിച്ചിരുത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു, നീ അന്വേഷിക്കുന്ന ദൈവം നിൻ്റെ ഉള്ളിലുണ്ട്, ആ ദൈവത്തെ നീ തിരിച്ചറിയുക എന്ന്. ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ നമ്മളിന്ന് ആഘോഷിക്കുമ്പോൾ തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സത്യവും ഇതുതന്നെയാണ്. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ദൈവത്തെ തിരിച്ചറിയുക. വിശുദ്ധ എലിസബത്ത് പറയുന്നത് പോലെ, നിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന, നിൻ്റെ ഉള്ളിൽ വാസമായിരിക്കുന്ന പരിശുദ്ധ ഏകദൈവത്തിൻ്റെ സാന്നിധ്യം നീ തിരിച്ചറിയുക എന്ന്. ഈ സാന്നിധ്യം നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ദൈവവിളി നാം തിരിച്ചറിയുന്നത്, നാം ചെയ്യേണ്ട ദൗത്യങ്ങൾ നാം തിരിച്ചറിയുന്നത്. ഓരോ ക്രൈസ്തവൻ്റെയും പ്രഥമ ദൗത്യമാണ് ക്രിസ്തുവിന് സാക്ഷികളാകുക, അയക്കപ്പെടുക എന്നുള്ളത്. ഇന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുക ഇത്തരത്തിൽ ക്രിസ്തുവിന് വേണ്ടി ശിഷ്യന്മാർ അയക്കപ്പെടുന്ന ചിത്രമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ലോകം മുഴുവനെയും ജ്ഞാനസ്നാനപ്പെടുത്തുവാൻ അവരിങ്ങനെ യാത്രയാവുകയാണ്. ഭയമോ വ്യാകുലതയോ ഇല്ലാതെ അവരിങ്ങനെ യാത്രയാകുന്നുണ്ടെങ്കിൽ ആ യാത്രയാകുന്നതിന് പുറകിലുള്ള ശക്തി എന്തെന്ന് വെച്ചാൽ അത് ഒരു തിരിച്ചറിവാണ്. എൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പിതാവായ ദൈവമുണ്ടെന്നും എൻ്റെ കൂടെ പുത്രനായ ദൈവമുണ്ടെന്നും എൻ്റെ കൂടെ പരിശുദ്ധാത്മാവായ ദൈവമുണ്ടെന്നുമുള്ള തിരിച്ചറിവ്. ഇത്തരത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലെ ദൈവത്തെ തിരിച്ചറിയുവാൻ സഭ ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. കൂടാതെ തൃത്യേക ദൈവം മനുഷ്യമക്കളായ നമുക്ക് കാണിച്ചു തരുന്ന വലിയ ഒരു മാതൃക കൂടിയുണ്ട്. അത് കൂട്ടായ്മയുടെ സുവിശേഷമാണ്, വിട്ടുകൊടുക്കലിൻ്റെ പാഠമാണ്. വിശുദ്ധ ബൈബിളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഏത് ദൈവപ്രവൃത്തി നടക്കുമ്പോഴും അത് പിതാവ് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും പുത്രൻ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും ഏത് ദൈവപ്രവൃത്തിയാണെങ്കിലും തുല്യമായ അളവിൽ ഈ മൂന്ന് വ്യക്തികളും സന്നിഹിതരാകുന്നുണ്ട്. ഈ മൂന്ന് വ്യക്തികളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സൃഷ്ടികർമ്മം തന്നെ നമുക്ക് നോക്കുക. സൃഷ്ടികർമ്മം പിതാവിൻ്റെ പ്രവൃത്തിയാണെങ്കിലും അവിടെ ജലത്തിനു മീതെ ചലിക്കുന്ന ആത്മാവായി പരിശുദ്ധാത്മാവും വചനമായും ഈശോയും അവിടെ സന്നിഹിതരാകുന്നുണ്ട്. കുറച്ചുകൂടി എളുപ്പമുള്ള മറ്റൊരു ഉദാഹരണം ഈശോയുടെ ജ്ഞാനസ്നാനമാണ്. ആ സമയം അവിടെ പുത്രനുണ്ട്, സ്വർഗം തുറക്കപ്പെട്ട പിതാവിൻ്റെ സ്വരം നമ്മൾ കേൾക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നുമുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ്, ത്രിയേക ദൈവത്തിൻ്റെ ഐക്യത്തിലേക്കാണ്. ഈ കൂട്ടായ്മയിലേക്കും ഐക്യത്തിലേക്കും തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിലും സമൂഹങ്ങളിലും കൂട്ടായ്മയിൽ ജീവിക്കുവാനും കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശം പകരുവാനും എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്നുണ്ടോ? ഭിന്നതയിലേക്ക് നയിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഓടിയകലുവാനും വേണ്ടെന്ന് വയ്ക്കാനും നമുക്ക് സാധിക്കണം. ഇത്തരത്തിൽ കൂട്ടായ്മയുടെ സുവിശേഷം കൈകളിലെടുത്ത് നമുക്കും യാത്രയാകാം, സാക്ഷികളാകാം. ഉള്ളിലുള്ള പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കും ലോകം മുഴുവനെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.